ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫെനുഗ്രീക്ക് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എത്ര കറുത്തിരുണ്ട മുഖവും കരുവാളിച്ച മുഖവും ആണെങ്കിൽ കൂടിയും നിങ്ങളുടെ മുഖത്തിൽ കുരു വന്ന പാടുകളും പോലും മാറാനും സഹായിച്ച് മുഖം നല്ല സോഫ്റ്റും ക്ലിയറും നല്ല ഗ്ലോവും വരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമിൻ്റെ വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഫെനുഗ്രീക്ക്, അതായത് ഉലുവ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് എത്രത്തോളം സഹായിക്കും എന്നുള്ളത്. ഉലുവേൻ്റെ ഒരു ഫേസ് പാക്ക് കൂടിയുണ്ട്, അതും ഭയങ്കര അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉലുവ എടുക്കാം. ഉലുവ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയായിരിക്കും. ഒരു 2 ടീസ്പൂണ് ഉലുവയിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് പച്ചരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണോളം പച്ചരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ രണ്ടും ഒരേ അളവിനും നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് നമുക്കിതിൻ്റെ സത്തൊന്ന് എടുക്കണം. അതായത് സത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് വെള്ളം കിട്ടുമല്ലോ. അതായത് ഉലുവേൻ്റെയും അതുപോലെ തന്നെ ഈ പച്ചരിയുടെയും സത്ത് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഉലുവയും പച്ചരിയും മുങ്ങി നിൽക്കുന്ന ഭാഗത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല. സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു യെല്ലോ കളറ് വെള്ളമായിട്ട് മാറും. ആ ഒരു സമയത്ത് നമ്മളിത് അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് ബാക്കിയുള്ളത് ഉലുവയും പച്ചരിയും മാറ്റിയെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. കോൺഫ്ലോർ വളരെ ചീപ്പ് റേറ്റിന് നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന സാധനമാണ്. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അത് സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കരമായിട്ട് സഹായിക്കും. നമ്മുടെ ജപ്പാനീസ് സ്കിൻ വൈറ്റനിങ് ക്രീമെല്ലാം ഉണ്ടാക്കുന്നവരെ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഈ മിക്സ് ഒന്നും കൂടി നമ്മൾ സിമ്മിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കുട്ടികൾക്കെല്ലാം കുറുക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാകത്തിന് ഇത് ആക്കിയെടുക്കുക. നിങ്ങൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നാണെങ്കിൽ ഇത് അടിക്ക് പിടിച്ചോവും. ഈ ഒരു പരുവാകുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് അത് വീണ്ടും ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ. ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടിയും പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉള്ള ചെടിയിലുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യരുത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് ഒരു 5-6 ദിവസമല്ല ഈ ഒരൊറ്റ ക്രീം തന്നെ നമുക്ക് മുഖത്ത് യൂസ് ചെയ്യാം. അപ്പോൾ വീട്ടിലുള്ള അത് യൂസ് ചെയ്താൽ ഇത് ഷെൽഫ് ലൈഫ് ഉണ്ടാവില്ല, കേട് വരും. അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഉപയോഗിക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ സാധാരണ നിങ്ങൾ ഫേസ് ക്രീം യൂസ് ചെയ്യില്ലേ, ഈ ഫെയർ ലവ്ലി ഡോവെല്ലാം പോലത്തെ ഫേസ് ക്രീം യൂസ് ചെയ്യില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. അപ്പോൾ വലിയ വില കൊടുത്തിട്ട് ക്രീമുകൾ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ക്രീം തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യാം. ഇത് ബാക്കി വന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു 5-6 ദിവസത്തിൽ ഇത് തന്നെ മതി. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് നോക്കിയിട്ട് വീണ്ടും ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.